ഹായ് നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ സെറ്റിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. ഇപ്പോൾ സെറ്റ് എന്തായാലും എത്താറായി. ഇനി നമുക്കൊരു 2 ആഴ്ച എന്ന് പറയാനില്ല, അതിനുള്ളിലാണ്. അപ്പോൾ നിങ്ങൾ സെറ്റിനെ പഠിക്കുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണാം. ഇന്ന് ഞാൻ സ്പെഷ്യലി കൊണ്ടുവന്നിരിക്കുന്നത്, ഇന്നലെ നമ്മളൊരു സുഹൃത്ത്, ഒരു സ്റ്റുഡന്റ് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷേക്സ്പിയറിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്, സ്റ്റിൽ എല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. പക്ഷെ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഷേക്സ്പിയർ എന്ന് നമ്മൾ തൊടാത്തതെന്ന്. കാരണം ഷേക്സ്പിയർ എന്ന് തൊട്ട് കഴിഞ്ഞാൽ നിൽക്കില്ല. കാരണം ഒരു 154 സോണറ്റും 37 ഡ്രാമാസും പിന്നെ കുറെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, കുറെ പരിപാടികളുണ്ട് ബുദ്ധിയുള്ള പേരിൽ. ഓക്കെ, ഇതുകൊണ്ടാണ് നമുക്ക് തൊടാൻ പറ്റാത്തത്. തൊട്ട് കഴിഞ്ഞാൽ എവിടെ തുടങ്ങണം എവിടെ നിർത്തണം എന്ന് നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇന്ന് ഷേക്സ്പിയറിന്റെ ഏറ്റവും കുറച്ച് നല്ലത് എന്ന് വിചാരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ള. പല രീതിയിലുള്ളതുണ്ട്. ഇതൊരു ഡ്രാമ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റൈറ്റർ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഷേക്സ്പിയറിനെ കുറിച്ച് ആൾക്കാർ എന്ത് പറഞ്ഞു, ഷേക്സ്പിയറിന്റെ വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വർക്കിൽ നിന്നാണ് ഷേക്സ്പിയർ എടുത്തിട്ടുള്ളത്, ഇപ്പൊ ഹോളിൻ ഷർട്ട് പ്രിൻസ് പോലെയൊക്കെ ഉള്ളതെന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും കാണാം. പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. എനിവേ, സോ സ്റ്റാർട്ട് ചെയ്യാണ്. ആ, കാരണം അത്രയും ചോദ്യങ്ങളുണ്ട്. ഞാൻ ശ്രമിക്കാം എങ്ങനെ പോകാം എന്നുള്ളത്. എന്തായാലും ഇത് കഴിഞ്ഞിട്ടേ ഞാൻ നിർത്തുള്ളൂ. നിങ്ങൾ ഇത് കഴിയുന്നവരെ കാണണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. ചിലത് ഈസി ആയിരിക്കും, ചിലത് മീഡിയം ആയിരിക്കും, ചിലപ്പോൾ ടഫ് ആയിരിക്കും. ഓക്കെ, തുടങ്ങാണ്. വിച്ച് ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേസ് ഈസ് ഹിസ് ലോങ്സ്റ്റ്, റണ്ണിങ് ടു ഓവർ 4000 ലൈൻസ്? ഏറ്റവും വലിയ ഷേക്സ്പിയർ എഴുതിയ നാടകം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു സംശയം. ഒരു ഹാംലെറ്റ് ആണ്, 4000-ലധികം വരികളുള്ളത്. എന്നാൽ മാക്ബത്ത് ആണ് അദ്ദേഹം എഴുതിയതിൽ ഏറ്റവും ചെറിയ നാടകം. ഓക്കെ, ഷോർട്ടസ്റ്റ് ട്രാജഡി എന്ന് പറയുന്നത് മാക്ബത്ത് ആണ്, ലോങ്സ്റ്റ് എന്ന് പറയുന്നത് ഹാംലെറ്റ് ആണ്. ഓക്കെ, വിച്ച് പ്ലേ ഈസ് ജനറലി കൺസിഡേർഡ് ഷേക്സ്പിയേഴ്സ് ഏർലിയസ്റ്റ് സർവൈവിംഗ് ട്രാജഡി? ഇതിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് ചില ചോദ്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കണ്ടെടുത്ത വേണ്ട കണ്ടെടുത്ത് കാണാത്തതുണ്ട്. ലൈക്ക് മനസ്സിലായല്ലോ. കുടുങ്ങിപ്പോയി നമുക്ക്. എനിവേ, സോ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഷേക്സ്പിയറിന്റെ ഏർലിയസ്റ്റ് സർവൈവിംഗ് ട്രാജഡി ഏതാണെന്ന് ചോദിക്കേണ്ടത്. കാരണം ഇവരുടെ ഓരോ ഫോളിയോ വരുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് കണ്ടെടുക്കുന്നതുണ്ടായിരിക്കും. തന്ന ലിസ്റ്റിൽ നമുക്ക് ടൈറ്റസ് ആൻഡ്രോണിക്കസ് ആണ് എന്ത് ചെയ്യാം കാണാൻ പറ്റുന്നത്, ഏർലിയസ്റ്റ് സർവൈവിംഗ് ട്രാജഡി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ജൂലിയസ് സീസർ അല്ല, റോമിയോ ആൻഡ് ജൂലിയറ്റ് അല്ല, ഹാംലെറ്റ് അല്ല. ഓക്കെ, ഇനി ടൈറ്റസ് ആൻഡ്രോണിക്കസിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് എ ബ്ലഡി സെനേക്കൻ റിവെഞ്ച് ട്രാജഡി. സെനേക്കൻ റിവെഞ്ച് ട്രാജഡിയിൽ വരുന്ന ഒരു വർക്കാണിത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ട്രാജഡി ആയിട്ട് കണക്കാക്കപ്പെടുന്നതുമാണ് ഏത്, ടൈറ്റസ് ആൻഡ്രോണിക്കസ് എന്ന് പറയുന്നത്. ഷേക്സ്പിയേഴ്സ് റോമൻ പ്ലേസ് ബേസ്ഡ് ഓൺ പ്ലൂട്ടാർക്ക്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, പ്ലൂട്ടാർക്കിന്റെ വർക്കുകളിൽ നിന്നാണ് അദ്ദേഹം റോമൻ പ്ലേസിന്റെ സാരാംശം, ബീജം എടുത്തിട്ടുള്ളത്. ഇൻക്ലൂഡ് ജൂലിയസ് സീസർ, ആന്റണി ആൻഡ് ക്ലിയോപെട്ര ആൻഡ് ആ മൂന്നാമത്തെ വർക്ക് ഏതാണ് എന്നുള്ളതാണ്. കോറിയോലാനസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സിംബലൈൻ അല്ല, ടൈറ്റസ് അല്ല, ടൈമോൺ അല്ല. ഓക്കെ, ജൂലിയസ് സീസർ, ആന്റണി ആൻഡ് ക്ലിയോപെട്ര ആൻഡ് കോറിയോലാനസ് ഫോം ദ ഗ്രൂപ്പ് ഓഫ് റോമൻ പ്ലേസ്. ആരുടെ നിന്ന് എടുത്തിട്ടുള്ള? പ്ലൂട്ടാർക്കിൽ നിന്ന്. ഇനിയും കുറച്ചധികം ചോദ്യങ്ങൾ വരാനുണ്ട്. ഡ്രോയിങ് ഓൺ പ്ലൂട്ടാർക്സ് ലൈഫ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ഷേക്സ്പിയേഴ്സ് ലേറ്റ് റൊമാൻസസ് ഓർ ട്രാജി കോമഡീസ്? ദ ടെമ്പസ്റ്റ് എന്നുള്ളതാണ് ഉത്തരം. അത് നമ്മൾ അധികം കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ കൃതിയായിട്ടാണ് ടെമ്പസ്റ്റ് കണക്കാക്കപ്പെടുന്നത്. അതിനെന്താ കാരണം? അതില് നമ്മുടെ രാജാവ് എല്ലാം കഴിഞ്ഞ് എല്ലാം ശുഭപര്യവസായി ആവുമ്പോൾ, ഹാപ്പി ആയിട്ട് അത് എല്ലാം എൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ മന്ത്രവാടികളും അദ്ദേഹത്തിന്റെ ബുക്കുകളും എല്ലാം കുഴിച്ചിടുന്നതായിട്ടുള്ള ഒരു സീനുണ്ട്. സോ വി ഇമാജിൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇറ്റ് വാസ് ഹിസ് ലാസ്റ്റ് വർക്ക് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, The Tempest, along with Winter's Tale, Cymbeline, and Pericles, belongs to his late romance phase, blending tragedy with reconciliation and wonder. കാരണം ടെമ്പസ്റ്റ് വായിക്കുമ്പോൾ അറിയാം, ഒരു ഒരു ഭയങ്കര മാജിക്കൽ വേൾഡിൽ നിന്നാണ് അദ്ദേഹം അത് പറയുന്നത്. ഓക്കെ, ഇൻ മാക്ബത്ത്, ദ ടൈറ്റിൽ ക്യാരക്ടർ ഈസ് Thane of Glamis and is soon named Thane of what?
ഏത് സ്ഥലത്തെ ആയിരുന്നു ഇപ്പോ? ആദ്യം മറ്റേ ജഗദീഷ് ചോദിക്കുന്ന പോലെ ഇപ്പൊ താക്കോൽ എവിടെയുണ്ട്? ഇപ്പൊ തെയ്ൻ ഓഫ് ഗ്ലാമിസിലാണുള്ളത്. ഇനി ഏതിന്റെ ആയി മാറുമെന്നാണ് പറയപ്പെടുന്നത്. തെയ്ൻ ഓഫ് കൗഡാറുടെ എന്ന് പറയുന്നത്. കാരണം എന്താ? വിച്ചസ് ഇയാളെ കാണുമ്പോൾ, മാക്ബത്തിനെ കാണുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം അയാൾ കിങ്ങുമാവുമെന്ന് പറയുന്നുണ്ട്. വിച്ച് ഷേക്സ്പിയർ പ്ലേ ഈസ് ലാർജ്ലി സെറ്റ് ഇൻ ദ പാസ്റ്ററൽ ഫോറസ്റ്റ് ഓഫ് ആർഡൻ. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന വർക്കാണ് അതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, Shakespeare's first history tetralogy comprises the three Henry VI plays and what? Richard III. റിച്ചാർഡ് ത്രീ ആണ് അതിൽ വരുന്നത്. ദ ഫസ്റ്റ് ടെട്രലോജി, ഹെൻറി സിക്സ് പാർട്ട് 1, 2, 3 ആൻഡ് റിച്ചാർഡ് ത്രീ, ഇത്രയാണ് വരുന്നത്. കാരണം ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് ഹിസ്റ്ററി വായിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർ, നമ്മൾ 100 years ഓഫ് വാർ പറയുന്ന പോലെ തന്നെ പറയുന്നതാണ് വാർ ഓഫ് റോസസ് എന്ന് പറയുന്നത്. ലൻകാസ്റ്റർ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള വാർ. ഓക്കെ, അതിൽ റിച്ചാർഡ് ത്രീയുടെ ഡിഫീറ്റോട് കൂടിയാണ് ഇതൊക്കെ മാറി മറയുന്നത്. പിന്നീട് ഞാൻ പറയുകയാണെങ്കിൽ അടിപൊളി ഒരു പ്ലേ ആണ് റിച്ചാർഡ് ത്രീ എന്ന് പറയുന്നത്. അതിന്റെ തുടക്കത്തിൽ റിച്ചാർഡ് ത്രീ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന് ലിംപുണ്ട്, അദ്ദേഹം കാല് കുറച്ച് എന്താ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഫിസിക്കലി പ്രശ്നമുള്ള ആളാണ്. അപ്പൊ ഇയാള് ആ ഒരു അദ്ദേഹത്തിന്റെ വേറൊരാളാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ റിച്ചാർഡ് ത്രീക്ക് ഇയാളെ മാറ്റിയിട്ട് രാജ്യം വേണമെന്നൊരു ആഗ്രഹമുണ്ട്. റിച്ചാർഡ് ത്രീ എന്നിട്ട് നമ്മുടെ ഈ രാജാവ് ഇരിക്കുന്ന സിംഹാസനത്തിനെ നോക്കിയിട്ട് ഒരു ഭയങ്കര ഭയങ്കര രസമുള്ളൊരു ഡയലോഗ് ഉണ്ട്, ഒരു ഡ്രമാറ്റിക് മോണലോഗ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. റിച്ചാർഡ് ത്രീ അതിന്റെ ഫസ്റ്റ് ഡയലോഗ് എന്നോ അല്ലെങ്കിൽ റിച്ചാർഡ് ത്രീയിലെ മോണലോഗ് എന്നോ അടിച്ചു നോക്കുമ്പോൾ അടിപൊളി ഒരു വലിയ സ്പീച്ച് കാണാം അദ്ദേഹം ആ ഒരു ഇതിനെ നോക്കി പറയുന്നത്. കാരണം അയാൾക്ക് അതാവണമെന്നുണ്ട് കിങ്, പക്ഷെ അതാവുന്നില്ല. ഓക്കെ, ആ ഒരു ഭാഷയിൽ നിന്നിട്ട് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത്. സോ അടിപൊളി ഒരു പ്ലേ തന്നെയാണത്. എന്നാൽ ടെട്രലോജിയിൽ വരുന്ന പ്ലേസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിച്ച് പ്ലേസ് എൻഡേഴ്സ് ഓൺ ഷൈലോക്ക്, എ വെനീഷ്യൻ മണി ലെൻഡർ ഡിമാൻഡിങ് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. സോ ഈസി ക്വസ്റ്റ്യൻ, ഞാൻ അതിൽ വിശദീകരിക്കാൻ പോകുന്നില്ല. ദ മർച്ചന്റ് ഓഫ് വെനീസ്. ഓക്കെ, ഇതിൽ ആന്റോണിയോയും ഒക്കെ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇതിൽ വരുന്നത്. ഫുൾ ഡ്രാമ എന്ന് പറയുന്നത്. ഡബിൾ ടോയിൽ ആൻഡ് ട്രബിൾ ഈസ് chanted by which characters? ഡബിൾ ടോയിൽ ആൻഡ് ട്രബിൾ എന്ന് പറയുന്നത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ദ ത്രീ വിച്ചസ് ഇൻ മാക്ബത്ത്, അവർ പറയുന്ന ഡയലോഗാണിത്. ഓക്കെ, ദിസ് ഇൻകാന്റേഷൻ ഓപ്പൺസ് ദ വിച്ചസ് കോൾറൺ സീൻ ഇൻ ആക്ട് 4 സീൻ 1 ഓഫ് മാക്ബത്ത്. അത് കുറച്ചും കൂടെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഷേക്സ്പിയേഴ്സ് ഫസ്റ്റ് പബ്ലിഷ്ഡ് വർക്ക്, an erotic narrative poem dedicated to the Earl of Southampton was. ഏതാണ് ആ പോയം? എറോട്ടിക് പോയമാണ്, അതിൽ സെക്സ് അല്ലെങ്കിൽ സെക്ഷൽ ഫീലിങ്സ് എല്ലാം ഉള്ളതാണ്. ഓക്കെ, അത് ഏതാണ് ആ പോയം? ഡെഡിക്കേറ്റഡ് ടു ഏൾ ഓഫ് സൗത്താംപ്ടൺ. വീനസ് ആൻഡ് അഡോണിസ് എന്നുള്ളതാണ് നമ്മളുടെ ഈ എറോട്ടിക് നറേറ്റീവ് പോയമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി എന്നാണ് വീനസ് ആൻഡ് അഡോണിസ് വന്നിട്ടുള്ളത്? പബ്ലിഷ് ചെയ്തത് 1593 ഏതിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്? ഓവിഡിന്റെ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വീനസ് ആൻഡ് അഡോണൈസ് എന്ന് പറയുന്ന ഏൾ ഓഫ് സൗത്താംപ്ടന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ദ റേപ്പ് ഓഫ് ലുക്രീസ് 1594 എഴുതപ്പെട്ടത് വാസ് ലൈക്ക് വീനസ് ആൻഡ് അഡോണൈസ്, ഡെഡിക്കേറ്റഡ് ടു ഹും, ആർക്ക് വേണ്ടിയിട്ട്? ദ ഏൾ ഓഫ് സൗത്താംപ്ടൺ, നമ്മൾ നേരത്തെ പറഞ്ഞ ആള് തന്നെയാണ്. ഓക്കെ, Shakespeare's 154 sonnets were first published together as a complete collection in. അതൊരു നല്ല ചോദ്യമാണ്. ഫസ്റ്റ് പബ്ലിഷ് ചെയ്തെന്ന് 154 സോണറ്റുകൾ 1609 പോർട്ടറായിട്ടാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. ഇനി ആരാണ് പ്രിന്റ് ചെയ്യുന്നത്? തോമസ് തോർപ്പാണ്. ഇത് നല്ലൊരു ചോദ്യമാണ്. തോമസ് തോർപ്പാണ് ഇത് ഫസ്റ്റ് കളക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിഷൻ ആക്കിയിട്ട് പുറത്തിറക്കുന്നത്, ഷേക്സ്പിയറിന്റെ സോണറ്റുകൾ എന്ന് പറഞ്ഞിട്ട്. Which sonnet opens with the line, "Shall I compare thee to a summer's day?" So famous, so easy question. സോണറ്റ് 18 നിന്നുള്ളതാണ്. ഓക്കെ, സോണറ്റ് 130. My mistress' eyes are nothing like the sun. He is notable chiefly for what?
സോണറ്റ് 130 എന്നുള്ളത് എന്തിന്റെ പേരിലാണ് ഫേമസ് ആയിട്ടുള്ളത്, നോട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. പാരഡിങ് കൺവെൻഷണൽ പെട്രാർക്കൻ കമ്പാരിസൺസ് ഓഫ് ബ്യൂട്ടി. നമ്മൾക്കറിയാം, ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോണറ്റുകളെ തരംതിരിക്കുന്നുണ്ട്, ഷേക്സ്പിയറിയൻ സോണറ്റ്, പെട്രാർക്കൻ സോണറ്റ് എന്നുള്ള രീതിയിലൊക്കെ. അതിൽ നിന്ന് പെട്രാർക്കൻ രീതികളിലെ പാരഡി ചെയ്തിട്ടുള്ളതാണ് 130 എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് പറയുകയാണ്, നിങ്ങൾ കൂടുതൽ ഇതുപോലെ ലിറ്ററേച്ചർ ക്ലാസ്സുകൾ, ഇതുപോലത്തെ സെഷൻസ്, MCQ ഒക്കെ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പ്ലേലിസ്റ്റിൽ കുറേ അധികം വീഡിയോസ് കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് കയറി നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ താഴെ പ്ലേലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും പ്ലേലിസ്റ്റുകൾ എന്താണെന്ന്. ആ പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ അടിയിൽ കുറേ അധികം വീഡിയോസ് കിടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾ കഴിഞ്ഞ വീഡിയോ കാണണമെന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്, താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കയറിപ്പോയി നോക്കാൻ പറ്റും. കുറേ അധികം വീഡിയോസ് കിടക്കുന്നുണ്ട്. ഒരു 1.5 കൊല്ലമായിട്ട് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ എല്ലാ വീഡിയോകളും അതിൽ കിടപ്പുണ്ടായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. കുറേ അധികം വീഡിയോകൾ ഉണ്ടായിരിക്കും. കുറേ അധികം MCക്കും PYക്കും ആയിരിക്കും ഉണ്ടായിരിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ. ദ ഫീനിക്സ് ആൻഡ് ദ ടർട്ടിൽ ഈസ് ആൻ അലഗോറിക്കൽ പോയം മോർണിംഗ് ദ ഡെത്ത് ഓഫ്. നല്ല ചോദ്യമാണ്. ദ ഫീനിക്സ് ആൻഡ് ദ ടർട്ടിൽ അലഗോറിക്കൽ പോയമാന്ന് പറഞ്ഞു. ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്? an idealized perfect union of true love, on the death of true love എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. It allegorically laments the phoenix and turtle dove as symbols of transcendent mutually perfect love now extinguished. അപ്പോൾ ട്രൂ ലവിനെ ഒന്നും കാണാനില്ല എന്ന് പുതിയ പിള്ളേർ പറയുന്ന പോലെ അലഗോറിക്കൽ പോയമായിട്ട് നമുക്ക് ദ ഫീനിക്സ് ആൻഡ് ദ ടർട്ടിലിനെ കാണാൻ പറ്റും. വീനസ് ആൻഡ് അഡോണിസ് dramatizes the Ovidian myth of a goddess unrequited pursuit of what? A beautiful young hunter who is later killed by a boar എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇത് ഒവീഡിയൻ മിത്ത്, ഓവിഡിന്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുള്ള ഒരു മിത്ത് കൂടിയാണ് ഇത്. ഓക്കെ. A lover's complaint appended to the 1609 സോണറ്റ് ക്വാർട്ടറിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സീക്വൻസ് അപ്പിളാണ് വരുന്നത്. ഈസ് റിട്ടൺ ഇൻ വിച്ച് സ്റ്റാൻഡ്സ് ഓഫ് ഫോം? എ ലവേഴ്സ് കംപ്ലൈന്റ് എന്ന് പറയുന്ന സോണറ്റ് ക്വാർട്ടറിൽ വരുന്നത് ഏത് സ്റ്റാൻഡ്സ് ഓഫ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്? റൈം റോയലിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, റൈം റോയൽ 7 ലൈൻ സ്റ്റാൻഡ്സ റൈമിങ് ABABBCC. ഓക്കെ, ഇതേ ഫോമാണ് നമുക്ക് ചോസർ യൂസ്ഡ് ഇൻ ട്രോയിലസ് ആൻഡ് ക്രുസൈഡ് എന്ന് പറയുന്നതിലും കാണാൻ പറ്റും. അപ്പൊ ചോസർ ഈ ഒരു സ്റ്റാൻഡ്സ ഫോം ആയിട്ടുള്ള റൈം റോയൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഷേക്സ്പിയർ ഏതിലാണ് ഉപയോഗിക്കുന്നത്? എ ലവേഴ്സ് കംപ്ലൈന്റിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ഡിസ്റ്റിങ്ക്ട്ലി ഇംഗ്ലീഷ് ഓർ ഷേക്സ്പീരിയൻ സോണറ്റ് ഫോം ഫോളോസ് വിച്ച് റൈം സ്കീം? യൂഷ്വൽ ഷേക്സ്പീരിയൻ സോണറ്റ് ഫോമിന്റെ റൈം സ്കീം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ABAB CD EFEF GG. ഇത് ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആ 14 വരിനെ പെട്രാർക്കൻ സോണറ്റില് 8 മാറുമായി തിരിക്കുമ്പോൾ ഇവിടെ 4 4 4 2 എന്നുള്ള രീതിയിലാണ് തിരിക്കുന്നത്. ഓക്കെ, പെട്രാർക്കൻ രീതിയിലുള്ള സോണറ്റുകൾ 14 വരി എങ്ങനെ തിരിക്കുന്നത്? ആദ്യം 8 വരി എഴുതും, പിന്നെ 6 വരി എഴുതും. ഇവിടെ 4 വരി 4 വരി 4 വരി 2 വരി എന്നാണ് എഴുതുന്നത്. ഓക്കെ. ദ ഫെയർ യൂത്ത് സീക്വൻസ് ഓഫ് ദ സോണറ്റ്സ് ഈസ് ജനറലി കൺസിഡേർഡ് ടു റൺ ഫ്രം സോണറ്റ് 1 ടു അപ്രോക്സിമേറ്റ്ലി. എത്ര വരെയാണ് സോണറ്റ് സീക്വൻസിൽ ഫെയർ യൂത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള കവിതകളുടെ സോണറ്റുകളുടെ എണ്ണം എന്നാണ് ചോദിക്കുന്നത്. 126 വരെയാണ് എന്ത് ചെയ്യുന്നത്? ഫെയർ യൂത്തിന് വേണ്ടിയിട്ടുള്ള സോണറ്റുകൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 127 മുതൽ 152 വരെ ഉള്ളതിൽ ഡാർക്ക് ലേഡി സം വാട്ട് അങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം. ഡാർക്ക് ലേഡിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 153ഉം 54ഉം ഒരു ക്ലോസിംഗ് ഒരു പോയംസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി ആരാണ് ഈ ഫെയർ യൂത്ത് എന്ന് പറയുമ്പോൾ WH എന്ന ഒരു പേരിലേക്കാണ് ഇതൊക്കെ അഡ്രസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഷേക്സ്പിയർസ് ഹിസ്റ്ററി പ്ലേസ് ആൻഡ് മാക്ബത്ത് ഡ്രൂ ഹെവിലി ഓൺ വിച്ച് എലിസബത്തൻ ക്രോണിക്കൽ. ഇത് ഞാൻ ഈ വീഡിയോ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞതാ ഹോളിൻഷെഡ് ക്രോണിക്കൽസ് എന്ന് പറയുന്നത്. റാഫേൽ ഹോളിൻഷെഡ് ആണ് ക്രോണിക്കൽസ് ഓഫ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലാൻഡ് എന്ന് പറയുന്ന
ബുക്ക് എഴുതിയിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അത് 1577 വന്നിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഷേക്സ്പിയറിന്റെ ഹിസ്റ്ററി പ്ലേസും മാക്ബത്തും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുക. അപ്പോൾ അദ്ദേഹം ഷേക്സ്പിയർ എടുത്തിട്ടുള്ള മേജർ ഹിസ്റ്റോറിക്കൽ എലമെന്റുകൾ വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് കൂടി ആണ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എഴുതുമ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് എടുക്കും, ഓവിഡിനെ പോലെയുള്ള ആൾക്കാരുടെ ഒന്നും വേണ്ട ഭാഗത്ത് എടുക്കും. എല്ലാത്തിനും അദ്ദേഹം അഡ്മയർ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏത് തരത്തിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. ദ റോമൻ പ്ലേസ്, ജൂലിയസ് സീസർ, ആന്റണി ആൻഡ് ക്ലിയോപാട്ര, കോറിയോലാനസ് റിലൈ മെയിൻലി ഓൺ, നിങ്ങൾ ചോദിച്ചതാണ്, പ്ലൂട്ടാർസ് ലൈവ്സ് ഇൻ സർ തോമസ് നോർത്തൺ ട്രാൻസ്ലേഷൻ. ഓക്കെ. The plot of Romeo and Juliet derives chiefly from an English narrative poem by ആർതർ ബ്രൂക്ക്. നല്ലൊരു എടുക്കലായിരുന്നു അത്. അപ്പൊ ആർതർ ബ്രൂക്കിന്റെ ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് റോമിയസ് ആൻഡ് ജൂലിയറ്റ് 1562 ഇറങ്ങിയ കവിതയിൽ നിന്നാണ്, അതൊരു ഇറ്റാലിയൻ ടെയിലായിരുന്നു, ഷേക്സ്പിയർ എന്ത് ചെയ്യുന്നത്, റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്ന വർക്കിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഒരു നറേറ്റീവ് പോയറ്റിൽ നിന്നാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്ന നാടകം ഉണ്ടാവുന്നത്. ഒഥല്ലോ ഈസ് ബേസ്ഡ് ഓൺ എ ടെയിൽ ഫൗണ്ട് ഇൻ വിച്ച് ഇറ്റാലിയൻ സ്റ്റോറി കളക്ഷൻ. ഒഥല്ലോ ഏത് ഇറ്റാലിയൻ സ്റ്റോറി കളക്ഷനിൽ ഉണ്ടായിരുന്നതായിരുന്നു ഒരു ചെറുകഥയായിട്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൽ നിന്നാണ് പിന്നീട് ഷേക്സ്പിയർ ഒഥല്ലോ എന്ന് പറയുന്ന ഡ്രാമ ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതായിരുന്നു അത്? സിന്തിയോസ് ഗ്ലി എക്കാത്തോമിച്ച്. ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാലും ഞാൻ ശ്രമിക്കാം. വേറൊരു ഭാഷയിലുള്ളതാണ്. ഓക്കെ, ഇറ്റാലിയൻ ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പൊ അതെങ്ങനെ അവർ പ്രൊനൗൺസ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. സിന്തിയോയുടെ ഈ വർക്കിൽ, ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒഥല്ലോ എന്ന് പറയുന്ന വർക്ക് ഷേക്സ്പിയർ എടുക്കുന്നു. ദ ടൈൽ ഓഫ് ദ മൂർ ഓഫ് വെനീസ് ആൻഡ് ഡിസ്റ്റബോണ ഇൻ സിന്തിയോസ് 1565 കളക്ഷൻ സപ്ലൈഡ് ദ പ്ലോട്ട് ബേസിസ് ഫോർ ഒഥല്ലോ. ഫൈൻ. The loudest plot of King Lear likely draws alongside Holinshed on the anonymous earlier play King Lear. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള എല്ലാത്തിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫാക്റ്റുകളും കഥകളും എല്ലാം എടുക്കുന്നുണ്ട്. ഓക്കെ. As You Like It is based on which prose romance by Thomas Lodge? റോസലിൻഡ് എന്ന് പറയുന്ന തോമസ് ലോഡ്ജിന്റെ ഒരു പ്രോസ് റൊമാൻസിൽ നിന്നാണ് ആസ് യു ലൈക്ക് ഇറ്റ് വരുന്നത്. ലോഡ്സ് പാസ്റ്ററൽ റൊമാൻസ് റോസലിൻഡ്, അത് 1590 എഴുതപ്പെട്ടതാണ്. സപ്ലൈഡ് ദ പ്ലോട്ട് ആൻഡ് മെനി ക്യാരക്ടർ നെയിംസ് ഫോർ ആസ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പൊ എല്ലാത്തിൽ നിന്നും നമുക്ക് എടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ദ വിന്റേഴ്സ് ടെയിൽ ടേക്സ് ഇറ്റ് പ്ലോട്ട് ഫ്രം എ പ്രോസ് റൊമാൻസ് ബൈ വിച്ച് റൈറ്റർ? റോബർട്ട് ഗ്രീൻ ആണ്. അപ്പൊ റോബർട്ട് ഗ്രീനിന്റെ പാൻഡോസ്റ്റോ ദ ട്രയംഫ് ഓഫ് ടൈം 1588 ഇറങ്ങിയതിൽ നിന്നാണ് ദ വിന്റേഴ്സ് ടെയില് വരുന്നത്. ദ ഹാംലെറ്റ് സ്റ്റോറി അൾട്ടിമേറ്റ്ലി ഡിറൈവ്സ് ഫ്രം എ സ്കാൻഡിനേവിയൻ ലെജൻഡ് റെക്കോർഡഡ് ബൈ സാക്സോ ഗ്രാമാറ്റിക്കസ്. ഓക്കെ. Shakespeare followed Plutarch so closely in the Roman plays that he sometimes versified the exact phrasing of which English translator സർ തോമസ് നോർത്തിൽ നിന്നാണ് ഇത് എടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ. The slandered bride plot of Much Ado About Nothing closely resembles an episode found in which Italian writer's work? മാത്യു ബാൻഡലോന്റെ വർക്കിൽ നിന്നാണ് ഇത് എടുത്തുള്ളത്. ഇതൊന്നും ബേസിക്കലി അധികമായിട്ട് സെറ്റിന് വരുമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല, നമ്മളെല്ലാം കവർ ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. In his prefatory verses to the first folio, 1623, Ben Jonson famously described Shakespeare as. ബെൻ ജോൺസൺ എന്ത് വിശേഷണമാണ് ഷേക്സ്പിയർ കൊടുത്തിട്ടുള്ളത്? നോട്ട് ഓഫ് ആൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം. നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ബെൻ ജോൺസൺ ഒന്നും അത്രയധികം ഷേക്സ്പിയറിനെ പ്രൈസ് ചെയ്തിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല. ഇവർക്കൊക്കെ ഷേക്സ്പിയറിനോട് പ്രശ്നമുണ്ടായിരുന്നു. എന്നിരുന്നാലും നല്ല വാക്ക് പറയുമ്പോൾ നല്ലതായിട്ട് തന്നെ ഇരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയതായിരിക്കും. എല്ലാ റൈറ്റേഴ്സിനും ഉണ്ടായിരിക്കും. അപ്പൊ ഷേക്സ്പിയറെ എതിർത്ത കുറെ ആൾക്കാരുടെ എന്നാണ് നമുക്ക് കാണാൻ പറ്റുക, സപ്പോർട്ട് ചെയ്തതിനെക്കാട്ടില്ല. രണ്ടും ഒരുപോലെ തന്നെയാണ്, എന്നിരുന്നാലും പറഞ്ഞു എന്ന് മാത്രം. സാമുവൽ ജോൺസൺസ് പ്രിഫേസ് ടു ഹിസ് എഡിഷൻ ഓഫ് ഷേക്സ്പിയർ 1765 ഷേക്സ്പിയറിന്റെ എഡിഷൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ സാമുവൽ ജോൺസൺ പ്രൈസസ് ഷേക്സ്പിയർ ചീഫ്ലി ആസ് എ പോയറ്റ് ഓഫ്
ജനറൽ നേച്ചർ, അതായത് സാമുവൽ ജോൺസൺ, അതായത് ആദ്യത്തെ ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതിയ ആള്. ഓക്കെ, അദ്ദേഹം ഷേക്സ്പിയറിനെ പറയുന്നത് ജനറൽ നേച്ചറിലുള്ള ചീഫ് പോയറ്റ് എന്നുള്ള പേരിലാണ്. ഡിഫെൻഡിങ് ഹിം എഗെയിൻസ്റ്റ് നിയോ ക്ലാസിക്കൽ ചാർജസ് ഓഫ് ഇഗ്നോറിംഗ് ദ ഡ്രമാറ്റിക് യൂണിറ്റീസ്, അതും അവിടുത്തെ ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കോളറിഡ്ജ് Shakespeare criticism distinguishes organic form from mechanic form, applying the former to argue that Shakespeare's structure is what? Shaped naturally from within like a living organism. അപ്പോൾ കോളറിഡ്ജ് ഇദ്ദേഹത്തിനെ പുകഴ്ത്തുന്നുണ്ട്, ഒരു ലിവിങ് ഓർഗാനിസം പോലെ പതിയെ പതിയെ മുള പൊട്ടി വലുതായി വരുന്ന ഒരു വർക്കാണ് ഷേക്സ്പിയറിന്റെ എന്ന് പറയുന്നതാണ് കോളറിഡ്ജ് ചെയ്യുന്നത്. William Hazlitt's influential Romantic Era book of essay-length studies on Shakespeare's dramatic figures is titled. സിമ്പിൾ ചോദ്യമാണ്. വില്യം ഹാസ്ലിറ്റ് ഷേക്സ്പിയറിന്റെ ഈ ബുക്കുകളെ കുറിച്ച് എഴുതിയ ബുക്കിന്റെ പേരെന്ത്? ക്യാരക്ടേഴ്സ് ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേ. ഹാസ്ലിറ്റ്സ് 1817 വർക്ക്സ് ഓഫേഴ്സ് എംപത്തറ്റിക് ക്യാരക്ടർ സെന്റേർഡ് എസ്സൈസ് ഓൺ ഷേക്സ്പിയേഴ്സ് മേജർ ഡ്രമാറ്റിക് ഫിഗേഴ്സ്. അത് ആരൊക്കെയാണെന്നുള്ളത് ഒരു ചോദ്യമാണ്. ഓക്കെ, AC ബ്രാഡ്ലീസ് ലാൻഡ്മാർക്ക് സ്റ്റഡി ഓഫ് ഹാംലെറ്റ്, ഒഥല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. ഇതൊക്കെ എന്താണ്? ഈ നാലും എന്താണ്? അദ്ദേഹത്തിന്റെ നാല് ഫേമസ് ട്രാജഡീസ് ആണ്. HOLM എന്ന് നമ്മൾ പറയാറുള്ളത്. ഹാംലെറ്റ്, ഒഥല്ലോ, കിങ് ലിയർ, HOLM, ലിയർ, Macbeth, HOLM, based on his Oxford lectures, is titled as what? ഷേക്സ്പിയറിയൻ ട്രാജഡി. അപ്പൊ AC ബ്രാഡ്ലിയുടെ ഓക്സ്ഫോർഡ് ലെക്ചേഴ്സിലെ അദ്ദേഹത്തിന്റെ പേര് എന്താണ് ടൈറ്റിൽ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഷേക്സ്പിയറിയൻ ട്രാജഡി എന്നുള്ളതാണ് പറയുന്നത്. ബ്രാഡ്ലീസ് ഷേക്സ്പിയറിയൻ ട്രാജഡി റിമെയിൻസ് ഫൗണ്ടേഷണൽ ടു ക്യാരക്ടർ ബേസ്ഡ് ട്രാജിക് ക്രിറ്റിസിസം. വിൽസൺ നൈറ്റ്സ് അപ്രോച്ച് ഇൻ ദ വീൽ ഓഫ് ഫയർ റീഡ്സ് ഈച്ച് ഷേക്സ്പിയർ പ്ലേ ചീഫ്ലി ആസ്. നല്ല ചോദ്യമാണ്, പക്ഷെ ടഫാണ്. അങ്ങനെ വന്ന് കണ്ടിട്ടൊന്നുമില്ല, എടുത്തു ഒന്ന് മാത്രം. എ യൂണിഫൈഡ് പോയറ്റിക് ഹോൾ ബിൽറ്റ് ഫ്രം റിക്കറിംഗ് ഇമേജറി ആൻഡ് സിമ്പിൾ. T.S. Eliot's essay introducing the term objective correlative, which controversially called the play an artistic failure, was written on. ചോദ്യം ഇതാണ്, ആർട്ടിസ്റ്റിക് ഫെയിലിയർ എന്ന് പറയുന്ന വർക്കായിട്ട് T.S. എലിയറ്റ് ഏത് ഷേക്സ്പിയർ പ്ലേയെ കുറിച്ചാണ് പറയുന്നത്? അത് ഹാംലെറ്റ് എന്നാണ് പറയുന്നത്. അത് തന്നെ ഒരു ചോദ്യമാണ്. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതും T.S. എലിയറ്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് എലിയറ്റ് ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണെന്ന് പറയാൻ കാരണം, ഹാംലെറ്റ് ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണെന്ന് പറയാൻ കാരണം എന്താ? ഹാംലെറ്റ്സ് ഇമോഷൻ എക്സീഡ്സ് ദ ഡ്രമാറ്റിക് ഫാക്ട്സ് ദാറ്റ് ജസ്റ്റിഫൈ ഇറ്റ്. ഇപ്പൊ എക്സീഡഡ് ആയിട്ടുള്ള ഇമോഷൻസ് അവിടെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ജോൺ ഡ്രൈഡൻസ് An essay of dramatic poesy 1668 എഴുതപ്പെട്ടത്. പ്രൈസസ് ഷേക്സ്പിയർ ചീഫ്ലി ഫോർ ഹാവിംഗ്. പ്രൈസ് ചെയ്യുന്നു ജോൺ ഡ്രൈഡൻ. എന്ത് പറഞ്ഞിട്ടാ പ്രൈസ് ചെയ്യുന്നത്? ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്രിഹെൻസീവ് സോൾ എമംഗ് പോയറ്റ്സ്. ഇത് ഷേക്സ്പിയറെ പറ്റി പറയുന്നതാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-30 ചോദ്യമായിട്ട് നമ്മൾ പല ആൾക്കാരുടെയും പല വർക്കുകളും പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഷേക്സ്പിയറിന്റെ മാത്രം ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഇപ്പോൾ ജോൺ ഡ്രൈഡന്റെ ആൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസി എന്ന് പറയുന്നത് ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ മുമ്പിൽ. ഓക്കെ, അപ്പോൾ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസി എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓർമ്മ വരണം ഡ്രൈഡൻ ആണെന്നുള്ളത്. അത് എവിടെ നിന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ചിലപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചതായിരിക്കാം, പഠിച്ചതായിരിക്കാം. പറയുന്നു എന്ന് മാത്രം. ഒരു ചോദ്യം പഠിക്കുമ്പോൾ അതിന്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ ഫാക്റ്റുകളും പഠിക്കാൻ, ഓർമ്മിച്ച് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓർമ്മ എന്ന് പറയുന്നത് നല്ല ഒരു ഫാക്ടറാണ് ഈ പരീക്ഷകൾക്ക്. നിങ്ങൾ എത്ര പഠിച്ചാലും, ഞാൻ എത്ര പഠിച്ചാലും ആ കറക്റ്റ് ടൈമിൽ ആ ചോദ്യം കണ്ട് കൃത്യമായിട്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ തലച്ചോറ് ഇങ്ങോട്ട് തരിക എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ ഫാക്റ്റുകൾ കളക്ട് ചെയ്യുക, അത് മറക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, Jan Coates Shakespeare, our contemporary, reinterprets the history plays and tragedies through the lens of modern political brutality, calling this recurring pattern of power the
ഗ്രാൻഡ് മെക്കാനിസം. ഇത് അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇദ്ദേഹം ഒരു പോളിഷ് ക്രിട്ടിക്കായിരുന്നു, ജാൻ കോട്ട് എന്ന് പറയുന്നത്. ഇയാളെ നമുക്കറിയാം, ഹരോൾഡ് ബ്ലൂം, ബ്ലൂംസ് ടാക്സോണമി. ഹരോൾഡ് ബ്ലൂംസ് Shakespeare, The Invention of the Human, controversially argues that characters like Hamlet and Falstaff essentially ആർഗ്യൂ ചെയ്യുന്നു, കോൺട്രവേഴ്സി ആയിട്ടാ പറയുന്നത്. എന്താ പറയുന്നത്? ഹാംലെറ്റും ഫോൾസ്റ്റാഫ് ഒക്കെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? helped invent the modern concept of human personality and self-consciousness. Okay. Bloom's 1998 study argues Shakespeare's self-overhearing characters fundamentally shaped how modern readers understand inwardness and personality. ഇപ്പൊ ഇത് പറയുന്നു, ഇങ്ങനത്തെ ഡ്രാമകളൊക്കെ വായിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ബോധവും ബോധ്യവും വരുമെന്ന് ഹരോൾഡ് ബ്ലൂം പറയുന്നുണ്ട്. Edmund Malone, an influential 18th century scholar, pioneered which area of Shakespeare studies? ഏത് ഏരിയയാണ് അവര് എടുത്ത് പഠിച്ചിട്ടുള്ളത്? Chronological dating and textual editing of the play based on historical evidence. ഓക്കെ, എഡ്മണ്ട് മെലോൺ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. സ്റ്റീഫൻ ഗ്രീബാൾട്ടിനെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബിൽ ഇൻ ദ വേൾഡ്, ഹൗ ഷേക്സ്പിയർ ബിക്കെയിം ഷേക്സ്പിയർ, 2004 എഴുതിയതാണ്. അപ്ലൈസ് വിച്ച് ക്രിട്ടിക്കൽ അപ്രോച്ച് ദാറ്റ് ഗ്രീൻവാൾഡ് ഹിംസെൽഫ് ഹെൽപ്ഡ് ഫൗണ്ട്. ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം, സ്റ്റീഫൻ ഗ്രീൻവാൾട്ട്, ഇത് എഴുതുന്നത്. സർ സിഡ്നി ലീസ് സ്റ്റാൻഡേർഡ് ഏർലി 20th century സ്കോളർലി ബയോഗ്രഫി ഈസ് ടൈറ്റിൽഡ് എ ലൈഫ് ഓഫ് വില്യം ഷേക്സ്പിയർ എന്നുള്ളതാണ് അതിന്റെ ടൈറ്റിലായിട്ട് വരുന്നത്. ഇറ്റ്സ് എ എന്താ പറയണേ, ഒരു സ്കോളർലി ആയിട്ടുള്ള ഒരു ബയോഗ്രഫി ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. A.L. Rose 1963 biography controversially claimed to have identified the Dark Lady of Sonnets as Emilia Lanier. The book is titled. അപ്പോൾ നമ്മളുടെ ഒരു ചോദ്യത്തിനും കൂടെ അസ്യൂമിംഗ് ആയിട്ടുള്ള ഉത്തരം കിട്ടി. ആരാണ് നമ്മൾ പറയാറുള്ള ഡാർക്ക് ലേഡി? എമിലിയ ലാനിയർ ആണെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും ചോദ്യം അതല്ല. A.L. റോസിന്റെ ബയോഗ്രഫി ഏതാണ്? ഷേക്സ്പിയറെ കുറിച്ചിട്ടുള്ള ബയോഗ്രഫി, വില്യം ഷേക്സ്പിയർ, എ ബയോഗ്രഫി. Peter Croyd's substantial 2005 biography combining archival research with novelistic narrative is titled Shakespeare, the Biography. E.K. Chambers' foundational 4-volume documentary study of Elizabethan theatre history is titled The Elizabethan Stage. ഇതൊക്കെ വൺ വേർഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. നോവലിസ്റ്റ് ആന്റണി ബർഗസ് wrote a fictionalized imaginative biography of Shakespeare's romantic life titled, നല്ല ചോദ്യം അല്ലേ, വെറൈറ്റി ചോദ്യം, Nothing Like the Sun. Okay. Park Conan's well-regarded modern biography grounded in extensive Stanford archival research is titled Shakespeare, A Life. G.B. Harrison's accessible 1939 primer, long used to introduce students to Shakespeare's life and work, is titled Introducing Shakespeare. F.E. Holiday's comprehensive alphabetical reference guide to Shakespeare's life, works and world is titled A Shakespeare Companion. അപ്പോൾ ഇതിൽ കുറേ അധികം അവസാനത്തെ ഒരു 5-10 ചോദ്യമൊക്കെ വളരെ റയറായിട്ട് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്ന ടൈമിൽ മാത്രം ചോദിക്കുന്നതാണ്. ശ്രമിച്ചു നോക്കാം നമുക്ക് എന്തായാലും ഈ ചോദ്യങ്ങളിൽ നിന്ന് വരുവാന്ന്. എന്തായാലും ഷേക്സ്പിയറിന് ഇത്രയൊന്നും പോരാ എന്ന് എനിക്കറിയാം. സ്റ്റിൽ തൽക്കാലം ഇത് നമുക്ക് എടുത്തു വെക്കാം. ഇത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. നമുക്കൊരു 10 ദിവസമൊക്കെ കൂടിയേ മുമ്പിലുള്ളൂ. അതുകൊണ്ടാണ് അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. നിർബന്ധിക്കാൻ പറ്റില്ല. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരു ഫ്രണ്ടിന് ഇതൊന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഒരു പാസ്സാവാൻ താല്പര്യമുള്ളതാണെങ്കിൽ, പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അയച്ചു കൊടുക്കാം. സോ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്.
ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നാളേക്ക് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് സീ.